നമുക്ക് ഡിന്നറിനും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും ഉൾപ്പെടുത്താൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൊത്തു ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി അത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറിന് റെഡിയാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തി കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഇതിന് കമന്റ്സ് വരാം, ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, ചൂട് മാറിപ്പോവും എന്നൊക്കെ. ലഞ്ച് ബോക്സിൽ ചൂട് നിൽക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് രാത്രി ഡിന്നറായിട്ട് കൊടുക്കാം, വീട്ടിലെല്ലാവർക്കും കഴിക്കാവുന്നതാണ് കൊത്തു ചപ്പാത്തി. അപ്പോൾ ഇത് വെജിറ്റേറിയൻ ആയിട്ടും ചെയ്യാം, നോൺ വെജ് ആയിട്ടും ചെയ്യാം, പിന്നെ മുട്ട മാത്രം ചേർത്തിട്ട് ചെയ്യാം. പല ഓപ്ഷൻ ഉണ്ട് ഈ ഒരു റെസിപ്പി ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നോൺ വെജ് ആണ്. പിന്നെ നിങ്ങൾ ഇതിൽ വെജിറ്റേറിയൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചിക്കന് പകരമായിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാം. പിന്നെ മുട്ട മാത്രം, കുട്ടികൾക്ക് മുട്ട മാത്രമേ താല്പര്യമുള്ളൂന്നുണ്ടെങ്കിൽ മുട്ട മാത്രം ചേർത്തിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സ്, നമ്മുടെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഈ രീതിയിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ ചപ്പാത്തി കട്ട് ചെയ്യുമ്പോൾ അധികം വലിപ്പമില്ലാതെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ആ വെജിറ്റബിൾസിന്റെ കട്ടിങ്ങും എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി കാണാനും ഭംഗി ഉണ്ടാവുക. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആ ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന എരിവായിരിക്കില്ല മറ്റു പലർക്കും ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് എരിവിന്റെ കാര്യം വ്യത്യാസം വരുത്താന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള 4 ചപ്പാത്തിക്കായിട്ട് 3 സവോള എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം, 1 തക്കാളി, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കനാണ്, 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചിക്കനിലേക്ക് അത്രയും നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ പിടിച്ചു വരും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലിൽ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇത് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ടും ചെയ്യാം, ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് സവോളയും ക്യാപ്സിക്കും എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും ക്യാപ്സിക്കവും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി കൂടാതിരിക്കാനാണ് തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ സവോള കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ്, തീരെ ചെറുതായിട്ടല്ല അധികം വലുതായിട്ടല്ല, ഒരു മീഡിയം വലിപ്പത്തിൽ. അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടാണ് തക്കാളിയും ക്യാപ്സിക്കവും കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇന്ന ഷേപ്പിൽ തന്നെ വേണം എന്നൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നീളത്തിലൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യണം. നമുക്കിത് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ചും കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയാണെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ വിട്ട് വരും അതിൻ്റെ ആ ഒരു ലെയേഴ്സ്. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ അതുപോലെ വരില്ല. അതുകൊണ്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കുക്ക് ആവുന്നുണ്ട്. പിന്നെ ചിക്കൻ വേഗത്തിൽ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ച് സമയം എടുത്തേ കുക്കാവുള്ളൂ. പക്ഷേ ചിക്കൻ ബ്രസ്റ്റിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് കറക്റ്റായിട്ട് കുക്കായിക്കോളും. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ചപ്പാത്തി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെയും തക്കാളിയുടെയൊക്കെ വലിപ്പത്തിൽ തന്നെ. അപ്പോൾ ഈ ചപ്പാത്തി മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരേ വലിപ്പത്തിലായിട്ടുണ്ട് എല്ലാ ചപ്പാത്തിയും. ഇനി നമുക്ക് നമ്മുടെ ചിക്കനും ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവർ എണ്ണയ്ക്ക് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, അതുപോലെ തന്നെ പച്ചമുളകും. സവോളയും പച്ചമുളകും ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഈ സവോളയിലേക്ക് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരണം, ഓവറായിട്ട് കുക്കായി വരണ്ട, ഒന്ന് കുക്കായി തുടങ്ങിയാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അതുപോലെ ചപ്പാത്തിക്ക് ഉപ്പുണ്ട്. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക, പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നിങ്ങൾ കറിയിൽ നിന്ന് എടുക്കുന്ന പീസുകളാണെങ്കിൽ ബോൺലെസ് ആക്കി എടുക്കുക. ഇല്ലെങ്കിൽ ചിക്കൻ ബ്രോസ്റ്റ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ആകെ 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂണാണ് ഞാൻ പെപ്പർ പൗഡർ എടുത്തിരിക്കുന്നത്. ആ കുരുമുളകിൻ്റെ എരിവ് വരുമ്പോൾ ചിക്കനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സവോളയ്ക്കും മസാലയ്ക്കും എല്ലാം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കുരുമുളക് പൊടി കൂടുതൽ എടുത്തിട്ടുള്ളത്. ഈ പൊടികളൊന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നടുഭാഗത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 or 3 മുട്ട, അത് നിങ്ങളുടെ ചോയ്സാണ്. മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിക്കൻ ചേർക്കാതെ മുട്ട മാത്രം ചേർത്തിട്ടും ഈ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചുള്ളൂ. അതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ടയൊന്ന് കുക്കായി തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. മുട്ട ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളായി പോകും. ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ പീസായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ഇളക്കി ഉടച്ചെടുക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട കുക്കായി തുടങ്ങിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മുട്ട വലിയ പീസുകളായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ആദ്യമേ മുട്ട ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കാം കേട്ടോ. ഈ മുട്ട കാണുന്നതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ നമുക്കിനി ഈ തക്കാളിയും സവോളയും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം മുട്ടയുടെ കൂടെ. അധികം വലിയ പീസുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ല. ക്യാപ്സിക്കം തക്കാളിയൊക്കെ ഒരുപാട് ഓവറായിട്ടങ്ങ് കുക്കാവാതെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ പാകത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുള്ള ചിക്കൻ പീസുകൾ ആഡ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കറിയിൽ നിന്നാണ് നിങ്ങൾ ചിക്കൻ പീസുകൾ എടുക്കുന്നതെങ്കിൽ ആ ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിലിപ്പോൾ ചിക്കൻ കറി ഇല്ല, അതുകൊണ്ട് ചിക്കൻ ഗ്രേവി ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഗ്രേവി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ സോയ സോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോയ സോസ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന്
ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഇളക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചപ്പാത്തിയിലേക്ക് ആ ഒരു സോസിൻ്റെ നനവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസും ചപ്പാത്തിയും ഒരുമിച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. അപ്പോൾ മല്ലിയില ചേർത്തില്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലയുടെ മാത്രം ടേസ്റ്റ് ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസും ചപ്പാത്തിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടി ഒന്ന് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിട്ടെ. അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡി ആയിക്കഴിഞ്ഞു. നമ്മൾ സാധാരണ തട്ടുകടയിൽ പോയിട്ട് കൊത്തു ചപ്പാത്തി വാങ്ങിക്കുകയാണെങ്കിൽ അവർ കുറച്ച് സവോളയും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് തരും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ സവോളയും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്കിപ്പോൾ ചിക്കൻ കറി വയ്ക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാവുന്ന റെസിപ്പിയാണ്. ആ ഗ്രേവിയും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സെയിം തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം ഇറങ്ങിയ എണ്ണയിലേക്കാണ് നമ്മൾ നമ്മുടെ സവോളയൊക്കെ വഴറ്റിയതല്ല. അതുകൊണ്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.